ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ബീഫ് കറി റെഡിയാക്കാം. അതിനുവേണ്ടി സവാളയും തക്കാളിയും പച്ചമുളകും ബീഫും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ഒന്നിച്ച് കുക്കറിൽ വെച്ച് വിസിലടിച്ചെടുക്കുകയാണ്. സവാള വഴറ്റിയെടുക്കാതെയാണ് ഈ കറി. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ചേർക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉലുവയാണ് പൊട്ടിക്കുന്നത്. അതിനുശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. എല്ലാം കൂടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവം വരെ വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വിസിലടിച്ചിരിക്കുകയാണ്. ഇതുപോലെ മൂത്ത് വന്നതിന് ശേഷമേ ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാവൂ. ആദ്യമായി ഞാൻ 2.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. എല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. ഈ ബീഫ് കറിയുടെ രഹസ്യം ഇതാണ്. എണ്ണയിൽ കിടന്ന് മസാലകളൊന്ന് നല്ലതുപോലെ ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷമേ കറിയിൽ ചേർക്കാവൂ. നേരിട്ട് പൊടിവകകൾ ചേർക്കുമ്പോൾ ഒരു പച്ച ചൊവയാണ് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഞാൻ മുളക് പൊടിയും ചേർത്തു ഒന്ന് മൂത്തതിന് ശേഷം കറിവേപ്പില ചേർത്തു. കറിവേപ്പിലയും മസാലപ്പൊടിയും നല്ലതുപോലെ ഇതിൽ കിടന്ന് മൂത്ത് വരണം. അപ്പോൾ ഒരു പ്രത്യേക മണമാണ് ആ കറിക്ക് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തുറക്കണമെങ്കിൽ പൈപ്പിലോട്ട് വെച്ച് വെള്ളം വാഷ് ബേസിനിൽ വെച്ച് വെള്ളം ഒന്ന് തുറന്ന് ഒരു സ്പൂൺ വെച്ച് കുത്തിവിട്ടാൽ മതി. പ്രഷർ പെട്ടെന്ന് പോയി കിട്ടും. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ബീഫിലെ വെള്ളമൊക്കെ ഇറങ്ങി. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഫ്രൈ ചെയ്ത മസാല അതിലേക്കിട്ട് ഒന്ന് ഇളക്കി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. എണ്ണ തെളിയും വരെ തിളപ്പിക്കണം ചെറിയ തീയിലിട്ട്. കുക്കർ അടയ്ക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ രുചികരമായ വെറൈറ്റി ബീഫ് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല മണം അടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ബീഫ് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നോമ്പുതുറ സ്പെഷ്യലാണ്. താങ്ക് യു.